ഞാനും സച്ചേട്ടനും ബന്ധം വേർപിരിയുന്ന കാര്യം അച്ഛനെ അറിയിക്കുന്നല്ലേ പറഞ്ഞത്. പോയി പറയും. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ അദ്ദേഹത്തോട് പറയുമെന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ. ഏട്ടത്തിയേട്ടത് അച്ഛനെ അറിയിച്ച വലിയ സന്തോഷം. ഞാനും സച്ചേട്ടനും തമ്മിൽ പിരിയില്ല. ഞാൻ ദീർഘകാലം സുമംഗലിയെ തന്നെ ഇവിടെ വേണമെന്നല്ലേ ഏട്ടത്തിയുടെ ആഗ്രഹം. അതങ്ങനെ തന്നെ സംഭവിക്കും. എനിക്കറിയാം ഏട്ടത്തി ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന്, പ്രത്യേകിച്ചും അച്ഛനോട്. കാരണം നമ്മൾ ഭയപ്പെടുന്ന പോലെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വിവാഹം മുടങ്ങുന്ന മറ്റാരേക്കാളും ഏടത്തേക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഓലപ്പാമ്പിനെ കാണിച്ചുള്ള ഈ കളി ഏടത്തി നിർത്തുന്നത് നല്ലത്. ഇതൊന്നും ഞാൻ സച്ചേട്ടനോട് പോലും പറയാത്തത് എന്നെക്കൊണ്ടിത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. എല്ലാ വലിയ പൊട്ടിക്കരച്ചിലിന് ശേഷവും നമ്മളൊരു തീരുമാനത്തിലെത്തും. ഈ ലോകത്ത് ആരാലും മാറ്റാൻ പറ്റാത്തൊരു തീരുമാനത്തിൽ. ഞാനും ഇപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. സന്ദീപും അനഖയും തമ്മിലുള്ള വിവാഹം ഞാൻ മുടക്കും. സന്ദീപിനെ ആതിരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും. ഇത് എൻ്റെ ഒരു വെല്ലുവിളിയല്ല, തിരിച്ചറിവാ. എന്റെ ജീവിതം തന്നെയാ ആ തിരിച്ചറിവിനുള്ള ആധാരം. എന്നെ സച്ചേട്ടനെ പോലെ സന്ദീപും അനഘയും ഒരു വേർപിരിയലിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ഏട്ടത്തിയെ പോലെ തന്നെ അനഘയോട് എനിക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ട്. വാശിയൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ ഏട്ടത്തി എന്നെ മനസ്സിരുത്തിയെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഏട്ടത്തി തന്നെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കറിയാം ഇതോടെ വാശി കൂടുകയുള്ളൂ. നടക്കാത്ത കാര്യത്തിന് പിടിവാശി നല്ലതല്ല ഏടത്തി. അത് അവസാനം സങ്കടങ്ങളെ തിരിച്ചു തരും. സന്ദീപ് ആതിരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സന്ദീപ് താലി കെട്ടുന്നതും ആതിരെ തന്നെ ആയിരിക്കും. ആ കാര്യത്തില് ഏടത്തെ പോലെ തന്നെ വാശി എനിക്കുണ്ട്. ആ കാര്യത്തിൽ മാത്രം. നമ്മൾ രണ്ടുപേരും ഈ വീട്ടില് മരുമകളായിട്ട് വന്നവരാണെങ്കിലും അവന്തികയെക്കാളും എത്രയോ താഴെയാണ് അർച്ചന എന്നുള്ള ബോധ്യം എനിക്കില്ലാഞ്ഞിട്ടല്ല. പരസ്പരം മനസ്സ് കൊടുത്ത് സ്നേഹിച്ചിട്ട് സത്യമൊന്നും ഉറക്കെ വിളിച്ചു പറയാൻ പോലും പറ്റാത്ത അവരുടെ നിസ്സഹായതയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എത്ര നാൾ അനഘയെ സന്ദീപിനെ കൊണ്ട് സ്നേഹിപ്പിക്കും? എടുത്തെ നേരത്തെ പറഞ്ഞാൽ ശരിയാ, ഭാവങ്ങൾ മിന്നിമറിയാൻ നിമിഷ നേരം മതി. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോ എത്ര ഭാവങ്ങളാ എടുത്തിയുടെ മുഖത്തോടി മിന്നിമറിഞ്ഞു പോയത്. ഈ കളി എനിക്ക് ജയിച്ചേ മതിയാവും. ഇത് ഞാൻ എൻ്റെ ആത്മാവിന് തുല്യം കാണുന്നവർക്ക് കൊടുത്ത വാക്കാ. നെല്ലിശ്ശേരിയിലെ സച്ചിദാനന്ദന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ കൊടുത്ത വാക്ക്. ഒരു കാരണം കൊണ്ടും അത് മാറില്ല. ബാക്കിയൊക്കെ എടുത്തെടുത്ത തീരുമാനം പോലെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആലോചിക്ക. അനിയത്തിയുടെ അറിവില്ലാ പ്രായത്തിലെ പ്രേമം വേണോ അതോ നീ ദീർഘസുമംഗലിയായി ഇരിക്കണോന്ന്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
സന്ദീപ് ആതിരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സന്ദീപ് താലി കെട്ടുന്നതും ആതിരെ തന്നെയായിരിക്കും. ഈ കളി എനിക്ക് ജയിച്ചേ മതിയാവും. ഇത് ഞാൻ എൻ്റെ ആത്മാവിന് തുല്യം കാണുന്നവർക്ക് കൊടുത്ത വാക്കാ. അവന്തിക വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. അവന്തിക എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞത്? പറയാം. അതിനുമുമ്പ് മീരയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. എന്തായാലും വല്ല ജ്യൂസോ മറ്റോ പറയാം. അവന്തിക എന്താ കഴിക്കുന്നത് അത് മതി എനിക്കും. ഒരു പൈനാപ്പിൾ ജ്യൂസ്. മീരയ്ക്ക് അത് മതിയോ? എനിക്ക് ഒരു തണ്ണിമത്തൻ ജ്യൂസ് മതി. ആ അല്ലേ? ശരി. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാനിത് പറയാൻ മീരയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യമായതുകൊണ്ടാ. രഹസ്യ സ്വഭാവം? എന്റെ അനിയത്തി അനഘയെക്കുറിച്ച് മീരയ്ക്ക് അറിയാലോ. നിങ്ങൾ തമ്മിൽ അല്ലറ ചില്ലറ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അറിയാം. മീര അതൊന്നും മനസ്സിൽ വെക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. അയ്യോ, എനിക്ക് അനഘയോട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനതൊക്കെ അപ്പോഴേ മറന്നതാ. അല്ല, ഇത് ചോദിക്കാനാണോ അവന്തിക വരാൻ പറഞ്ഞത്? അല്ലല്ല, അവന്തികയ്ക്ക് എന്തോ ഒരു വലിയ കാര്യം എന്നോട് പറയാനുണ്ടല്ലോ. സത്യം പറഞ്ഞാലുണ്ട്. അത് അനഘയുടെ കാര്യം തന്നെയാ. ഇത് മുഖവരയോടെ പറയേണ്ട കാര്യമായതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർത്ത് മീര എടുത്തടിച്ച പോലെ ഒരു ഉത്തരം തരേണ്ട വിഷയമല്ല ഇത്. ചെറുപ്പം മുതൽ അവളെ വളർത്തിയത് ഞാനും സേതുവച്ചനും കൂടെയാ. ഒരു ചേച്ചി എത്ര അമ്മയായി മാറാൻ ശ്രമിച്ചാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ എല്ലാ കുറവുകളും അവളുടെ സ്വഭാവത്തിലുണ്ട്. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാ ശരി. താങ്ക്സ്. നന്ദേട്ടൻ കൂടെ പോയ ശേഷം എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്ന എന്തും അവൾക്ക് ഞാൻ സാധിച്ചു കൊടുത്തു. പക്ഷെ ഇപ്പോ എന്റെ പണത്തിനോ സ്വാധീനത്തിനോ വാങ്ങാൻ കഴിയാത്തൊരാഗ്രഹത്തിന് പുറകെയാണ് അവൾ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ പേര് സന്ദീപ് എന്നാ. അനഘ സന്ദീപിനെ വല്ലാതെ ആഗ്രഹിച്ചു പോയി മീര. എന്ത് ചെയ്തിട്ടായാലും സന്ദീപിനെ അവൾക്ക് കൊടുത്തേ മതിയാവൂ എനിക്ക്. അതിന് എനിക്ക് മീരയുടെ സഹായം വേണം. സന്ദീപിന്റെ അനഘയുടെ വിവാഹം നടക്കുന്നതിന് ഞാൻ എന്ത് സഹായം ചെയ്യാനാ? ഞാൻ സംസാരിച്ചാലൊന്നും അവള് കേക്കില്ല. പിന്നെ ഈയിടെയായിട്ട് അവളുടെ മനസ്സൊന്ന് മാറി നിൽക്കുക. ഇടയ്ക്ക് മറ്റൊരു വിവാഹത്തിന് വരെ അവള് സമ്മതിച്ചു. അതിനെന്താ കാരണമെന്ന് അവിടെ ആർക്കും അറിയില്ല. അർച്ചനാണെങ്കിൽ ഇതിനെ സമാധാനിപ്പിക്കും. പക്ഷേ ഈ അവന്തിക ചേച്ചി കൊന്നുകളയും. നീ പേടിക്കണ്ട, ഞാൻ കൊല്ലും എന്ന് പറഞ്ഞത് നിന്നെയല്ല, നിന്റെ ചേച്ചിയെ. ഇതിപ്പോ സന്ദീപിന്റെ അനഘയുടെ വിവാഹം നിങ്ങൾ ഉറപ്പിച്ചതല്ലേ? ഇനി കുഴപ്പമൊന്നും ഉണ്ടാവുന്ന ലക്ഷണമില്ല. ഒരു പരിധിവരെ അതൊരു ആശ്വാസമാ. എങ്കിലും ഒരു മുൻകരുതൽ കൂടി എടുക്കണം. അതിനാണ് എനിക്ക് മീരയുടെ സഹായം വേണ്ടത്. ആതിര ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കരുത്. അവള് സന്ദീപിന്റെ മുന്നിൽ വരാതിരുന്നാ വേറൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. എന്താ, ഇത് മീരെ കൊണ്ട് പറ്റില്ലേ? പറ്റും. പക്ഷേ സ്വന്തം കുടുംബത്തോട് തന്നെ ഞാൻ വെറുതെ വേണ്ട. ദാ തുറന്നു നോക്ക്.
ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ പ്രതിഫലം പോരെ മീരയ്ക്ക്? മതി. ദാ 1,00,000 രൂപയുടെ ചെക്ക. ഇതും എടുക്കാം. ധാരാളം ബുദ്ധിമുട്ടുകളുള്ള സമയം. അനൂപേട്ടന് ഇതുവരെ ജോലികളൊന്നും ശരിയായില്ല. അച്ഛന്റെ പെൻഷൻ പൈസയിലാ കുടുംബം തള്ളി നീക്കുന്നത്. ആവണി മോളുടെ ഫീസും കുടിശ്ശികയായി കിടക്കുക. ഇത്രയൊക്കെ ബാധ്യതകളുള്ള എന്റെ മുന്നിലേക്ക് ഇങ്ങനൊരു ചെക്ക് എഴുതി തരുമ്പോ ഞാൻ വേണ്ടാന്ന് പറയുന്നത് മണ്ടത്തരാ. അതുകൊണ്ട് ഞാനിതങ്ങ് എടുക്കുക. നാണം കെട്ടും പണം ഉണ്ടാക്കിയ നാണക്കേട് ആ പണം തന്നെ മാറ്റിത്തരൂന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിന്റെ പാപങ്ങൾ പൊറുക്കാൻ ഈ പണത്തിൽ നിന്ന് തന്നെ ഒരു തുക അമ്പലത്തിൽ ഞാൻ കാണിക്കേട്ടിട്ടോളാം. അവന്തിക ഇനി ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ആതിര ഈ വിവാഹത്തിന് ഉണ്ടാവില്ല, ഉറപ്പ്. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, എന്താ? രാവിലെ ഒരു തലവേദന. അപ്പൊ അർച്ചനടുത്ത് പറഞ്ഞു ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാൻ. ഓഹോ, അപ്പൊ അർച്ചനയിടത്തെയാണോ ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ? ഒരു ചെറിയ തലവേദന വന്നാ ഒരു ദിവസത്തെ ക്ലാസ് മുടക്കാണോ ചെയ്യണ്ടേ? വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം. അല്ലാതെ ഏട്ടത്തിയുടെ അഭിപ്രായം ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. കുറെ നാളാ ഞാൻ ശ്രദ്ധിക്കുന്നു, നീ എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുമില്ല, എന്റെ അടുത്തേക്ക് വരാറുമില്ല. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവന്തികടുത്ത് തിരക്കിലായതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അർച്ചനയോട് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. എന്റെ മുന്നിൽ പോലും വരാറില്ല. അതുകൊണ്ട് ചോദിച്ചതാ. തിരക്കുകളൊക്കെ എനിക്ക് അർച്ചന ഇവിടേക്ക് വരുന്നതിന് മുൻപും ശേഷവും ഒരുപോലെ തന്നെയാ. എടുത്തി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അവന്തികേട്ടത്തെയും അർച്ചനടുത്തെയും എനിക്ക് ഒരുപോലെ തന്നെ. പറഞ്ഞു വരുമ്പോ ഞാനും അർച്ചന ഏട്ടത്തിമാരാ. പക്ഷേ പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള അന്തരം ഉണ്ടതിന്. ഞങ്ങള് രണ്ടും നിന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാ. അപ്പൊ നിനക്ക് തോന്നും അവന്തികയെ അർച്ചന ഒരുപോലെയാണെന്ന്. നീ പണ്ട് സ്കൂളിൽ വായിച്ചു പഠിച്ചു കാണും. മറ്റൊന്നിൻ ധർമ്മ യോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യയെ അലങ്കൃതി. ധർമ്മത്തിന്റെ ചേർച്ച കൊണ്ട് നിനക്ക് അങ്ങനൊരു ആശങ്ക വേണ്ട. ഇപ്പോഴും നിന്റെ സന്ദീപിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാ. രക്ഷിതാവും സംരക്ഷകയൊക്കെ ഞാനായിരിക്കെ ഏത് കാര്യങ്ങളിലും എന്റെ അഭിപ്രായം ചോദിക്കുന്നതിനും എന്റെ അഭിപ്രായം മാനിക്കുന്നതിനും ഒരു മടിയും വേണ്ട. എടുത്ത് ഇത്രയൊക്കെ പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇന്നൊരു ദിവസം കോളേജിൽ പോയില്ലെന്നല്ലേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ അവന്തികേട്ടത്തിയോട് എല്ലാം ചോദിച്ചിട്ടേ ചെയ്യൂ, പോരെ? അവന്തികേട്ടത്തി പക്ഷെ എന്നോടും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ഞാനുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ എനിക്കും ഏട്ടത്തിക്കും ഇടയിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ശരി, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എന്ത് കാര്യം? സന്ദീപ് അനഘയെ വിവാഹം കഴിക്കുന്നതാണോ ആതിരെ വിവാഹം കഴിക്കുന്നതാണോ നിനക്കിഷ്ടം? എനിക്കും അർച്ചനയ്ക്കും ഒരേ സ്ഥാനമാണ് നിന്റെ മനസ്സിലെങ്കിൽ അനഘയായാലും ആതിരയായാലും നിനക്ക് സമ്മതമാവേണ്ടതാണ്. പക്ഷെ നിന്റെ മുഖലക്ഷണം അവലക്ഷണമാണ് കാണിക്കുന്നത്. അതായത് നിന്റെ ഉത്തരം ആതിരെന്നാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷേ നീ പറയേണ്ടിയിരുന്നത് അനഘയെന്നായിരുന്നു. നീ അനഘയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തന്നെയാ എന്റെ വിശ്വാസം. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ നല്ല നിഷ്കളങ്ക മുഖമായിരുന്നു നിനക്ക്. ഇപ്പൊ കണ്ടില്ലേ, എന്തോ കള്ളത്തരമൊക്കെ ഒളിപ്പിക്കുന്ന പോലെ.
എനിക്കെപ്പോഴും നിന്റെ ആ പഴയ ചിരിച്ച മുഖം കാണാനാ ഇഷ്ടം. അനഘേ, അനഘേ, അനഘ ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ റൂമിൽ പോയി നോക്കിയപ്പോഴും അവിടെ ഇല്ലായിരുന്നു. ഛേ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവളിത് എവിടെ പോയി? അർച്ചന, അനഘയെ കണ്ടോ? രാവിലെ എങ്ങോട്ട് ഒരുങ്ങി പോകുന്ന കണ്ടു. നിന്നോട് പറഞ്ഞില്ലേ അവളെവിടെ പോവാന്ന്? അനഘ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അറിയണോ? ഇത് ഞാൻ പറഞ്ഞതല്ല. എവിടെ പോകുന്നു എന്ന എന്റെ ചോദ്യത്തിന് അനിയത്തി എന്നോട് പറഞ്ഞ ഉത്തരവ്. സ്നേഹ, നിന്റെ തലവേദന എങ്ങനെയുണ്ട്? ആ കുറവുണ്ട് ഏട്ടത്തി. നീ വാ, ഞാൻ നിനക്ക് കുറച്ച് മരുന്ന് തേച്ചുതരാം നെറ്റിയില്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒരുപാട് സംസാരിച്ചെന്നാലേ തലവേദന കൂടുള്ളൂ. ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തുന്ന് നീ എപ്പോഴും എന്നോട് പറയാറില്ലേ? പിന്നെ ഈ ഉപമയ ഉൾപ്രേക്ഷം കൊണ്ട് ഉദാഹരണം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് വശമില്ല. ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ പറയാതിരുന്നിടത്തോളം കാലം കുറ്റക്കാരി ആവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വഴിയൊന്ന് മാറ്റിവെട്ടുക. ഇങ്ങോട്ടൊന്നിന് രണ്ടങ്ങോട്ട്. അതായിപ്പോ എന്റെ പോളിസി. നീ വാ. എന്താടി എന്താടി നിന്റെ കയ്യില്? ഇവിടെ നിന്റെ കയ്യിൽ എന്താണ്? അയ്യോ എന്റെ കൈ, അയ്യോ, എന്റെ സാരി, കൈ എനിക്ക് വേദനിക്കുന്നു. അയ്യോ, ഇത് സ്വർണ്ണാണോടി? ഇത് എവിടുന്നാ നിനക്ക്? എടി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ എവിടുന്നാ നിനക്കെന്ന്? അത് എന്റെ കൂട്ടുകാരിയുടേതാ. ഞാനൊന്ന് ഇടാൻ വാങ്ങിയതാ. ഇങ്ങോട്ട് താ. ഇടാൻ വാങ്ങിയെന്നോ? ഇതിട്ടോണ്ട് നീ എവിടെ പോകാൻ പോന്നു? അത് പിന്നെ നെല്ലിശ്ശേരിയിലെ വിവാഹത്തിന് പോണ്ടേ? എവിടേക്കെങ്കിലും പോകുമ്പോ മുക്ക് പണ്ടോ ഇട്ടോണ്ടാ ഞാൻ പോകുന്നത്. ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ അനുപേട്ടൻ പണയം വെച്ചില്ലേ, അതുകൊണ്ടാ ഞാൻ ഇത് വാങ്ങി വെച്ചത്. എന്തിനാടി ഇല്ലാത്ത പത്രാസ് കാണിക്കാൻ പോകുന്നേ? ശരിയാ, എന്റെ മോൻ നിന്റെ ആഭരണങ്ങളെല്ലാം എടുത്ത് പണയം വെച്ചു. അത് അവൻ എടുത്തു തരുമല്ലോ. അത് അവന് വേണ്ടി മാത്രമല്ലല്ലോ, ഈ കുടുംബത്തിനും കൂടെ വേണ്ടിയല്ലേ. തൽക്കാലം അമ്മയോട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല. അമ്മ വന്ന കാര്യം പറ. നാളെയാ സഹകരണ ബാങ്കിലെ ലോൺ അടയ്ക്കേണ്ട ദിവസം. നീ അനൂപരുടെ കാര്യം പറഞ്ഞ് ആ പൈസ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കണം. എത്രയമ്മ ബാങ്കിൽ അടയ്ക്കാനുള്ളത്? നമുക്കതങ്ങ് ക്ലോസ് ചെയ്താലോ? അത് നമുക്ക് നാളെ തന്നെ അടച്ചു തീർത്തേക്കാം. ദമീരെ, നീ തമാശ കളഞ്ഞിട്ട് നാളത്തെ ഒരടവിനുള്ള പൈസയെങ്കിലും അവരോടൊന്ന് വാങ്ങിച്ചു വെക്കേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇതും കഴുത്തി വെച്ചിട്ട് സ്വപ്നമൊന്നും കാണണ്ട. നെല്ലിശ്ശേരിയിൽ വിവാഹത്തിന് പോണോ വേണ്ടിയോ എന്ന് ഇതുവരെ ഒരു തീരുമാനം പോലും ആയിട്ടില്ല. ലക്ഷണം കണ്ടിട്ട് അനൂപ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അരി തിളയ്ക്കുന്നുണ്ട്, ഒന്ന് വന്ന് നോക്കിയേ. ആ, ഇതാ വരുന്നു. നീ അവിടെ ഒന്ന് നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? സന്ദീപിന്റെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനമെന്ന്? മറുപടി ഞാൻ പറയാം.